പാവനാത്മാവേ എന്നിൽ വന്നു നിറയണമേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ, പുത്തനുണർവെനിക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹത്തോടെ ആൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹവും കരുണയുമായ ഈശോയെ, ഈ തിരുമണിക്കൂറിൽ ഞങ്ങളുടെ കൂടെ ഈ ആൾത്താരയിൽ തിരുവോസ്തുരൂപനായെന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ ആരാധിക്കുന്നു. ഈശോനാഥ, 3 മണി സമയം ദൈവമനുഷ്യ വംശത്തിൻ്റെ മേൽ ഇത്രമാത്രം കരുണ ചൊരിഞ്ഞ സമയമാണ്. ദൈവത്തിൻ്റെ മഹാകരുണ ലോകം മുഴുവൻ്റെ മേൽ ലഭിച്ച വലിയ സമയം. ഈശോയെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നിൻ്റെ ഒപ്പമായിരുന്നു കൊണ്ട് ലോകം മുഴുവന് വേണ്ടിയും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. താവേ, നീ ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നു. ഈ ഒരു വലിയ വിശ്വാസമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഭക്തിയോടെ നിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിനൊപ്പം ആയിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ടും നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് വചന വെളിച്ചത്തിൽ എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കാരുണ്യം അനുഭവിക്കാൻ പറ്റും, എപ്രകാരം കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ സാക്ഷികളായിട്ട് മാറാൻ പറ്റുമെന്നുള്ള കാര്യമാണ് പ്രത്യേകമായിട്ട് ധ്യാനിക്കുക. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമാകുന്ന അല്ലെങ്കിൽ അത് ഉണർവോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നിറയുമ്പോഴാണ്. നാളെക്കുറിച്ചുള്ള ആകുലതകൾ, നാളെക്കുറിച്ചുള്ള ടെൻഷൻസ്, നാളെക്കുറിച്ചുള്ള നമ്മുടെ ഓരോ ചിന്തകളും അത് നമുക്ക് പ്രത്യാശ നമുക്ക് നൽകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ ചീട്ടുകൊട്ടാരം പോലെയോ കളിമൺ അതുപോലത്തെ കൊട്ടാരങ്ങൾ പോലെയൊക്കെ തകർന്നടിയാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ഏറ്റവും വലിയ കൃപ എന്നത് പ്രത്യാശയിൽ വളരുവാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. എമ്മാവൂസിലേക്ക് പോയ ആ 2 ശിഷ്യന്മാരുടെ ജീവിത അവസ്ഥയാണ് പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുന്നത് കരുണയുടെ സുവിശേഷം എന്ന പേരിലാണ്. കരുണയുടെ സുവിശേഷത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, കർത്താവിൻ്റെ ആ ഒരു വലിയ കരുണ ശക്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയത് എപ്രകാരമാണെന്ന് കാണിച്ചു തരികയാണ്. ഓരോ നിമിഷവും നമ്മൾ ആ ഒരു വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ കാരുണ്യവാനായ കർത്താവിൻ്റെ ആ ഒരു സ്വഭാവം പ്രത്യേകമായിട്ടും ലൂക്കാ സുവിശേഷകൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് 24-ാം അധ്യായത്തിൽ ഈശോയുടെ മരണത്തിനും പീഡാസഹനത്തിനുമൊക്കെ ശേഷം ഉദ്ധിതനായ ഈശോയെക്കുറിച്ചുള്ള ന്യൂസൊക്കെ കേട്ടെങ്കിലും ആ ഒരു ചിന്തകളോട് അതിൽ നിന്നൊക്കെ വിമുക്തമാകാതെ, ഈശോയുടെ പീഡാനുഭവത്തിൽ നിന്ന് വിമുക്തമാകാതെ ആ ഒരു വേദനയോടെ നൊമ്പരത്തോടെ അവർ എമ്മാവൂസിലേക്ക് യാത്ര തിരിക്കുന്ന ശിഷ്യന്മാരെ കാണുക.
ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ആ ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്ധാനത്തിൻ്റെ ദിവസമാണ്. ഈശോ ഉദ്ധിതനായ ദിവസം തന്നെയാണ് അവർ യാത്ര ചെയ്യുന്നത്. വീണ്ടും അവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതായിരുന്നു വചനത്തിൽ കൃത്യമായിട്ട് അവരെക്കുറിച്ച് പറയും. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രധാനമായിട്ടും പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രം ഈശോയുടെ കൂടെ നടന്നു ഒരു വലിയ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കി ഈശോയുടെ കൂടെ നടന്നിട്ട് എല്ലാം പെട്ടെന്ന് ഒരു സ്വപ്നം പോലെ എല്ലാം മാഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അതേക്കുറിച്ചുള്ള ആ ഒരു വ്യഗ്രതി, ആ ഒരു വലിയ ഫ്രസ്ട്രേഷനും ഒക്കെ ആയിട്ടാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങളെക്കുറിച്ച് അവിടെ നടന്ന കാൽവരിയിൽ നടന്ന ഓരോ സംഭവത്തെക്കുറിച്ചുമൊക്കെ ധ്യാനിച്ചുകൊണ്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടുമൊക്കെ അവർ തിടുക്കത്തിൽ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്നത്. എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെ പ്രതീകങ്ങളാണ്. അപ്രകാരമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെ പ്രതീകങ്ങളാകുന്നത് എന്ന് നമുക്ക് ധ്യാനിച്ചാൽ മനസ്സിലാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് കിട്ടാതെ വരുമ്പോൾ, നമ്മൾ ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടും പലതും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വഴുതി പോകുമ്പോൾ, അവിടെയൊക്കെ പലപ്പോഴും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഒരു ജീവിത സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത്രമാത്രം നമ്മൾ അധ്വാനിക്കുകയും അതുപോലെ തന്നെ പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു നല്ല ഫലങ്ങൾ നമുക്ക് കാണാതെ വരുമ്പോൾ ഒത്തിരിയേറെ ഫ്രസ്ട്രേഷനോട് കൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്നവരായും അവരുടെയും പ്രതീകമായിട്ടും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം എല്ലാം നശിച്ചു, എല്ലാം തീർന്നു, എല്ലാം ആ പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് കരുതിക്കൊണ്ടാണ് അവർ എമ്മാവൂസിലേക്ക് യാത്ര തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ ആ യാത്രയിൽ അവരുടെ കൂടെ കാരുണ്യവാനായ കർത്താവ്, കരുണയുടെ ഈശോ അവരുടെ കൂടെ നടക്കുകയാണ്. ഈശോ കൂടെ നടന്നുകൊണ്ട് അവരുടെ ജീവിതങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ആകുലപ്പെടുന്നത്? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവരുടെ സംസാരങ്ങളൊക്കെ മനസ്സിലാക്കി വചനം കൃത്യമായും അവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ മുമ്പിൽ വെച്ച് ഈശോ അപ്പം മുറിച്ച് അവർക്ക് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇത്രമാത്രം കരുണ ചൊരിയുന്ന ഈശോയെ അവരുടെ മുമ്പിൽ കണ്ടുമുട്ടുകയാണ്. അവരുടെ ജീവിതത്തിൽ അത്രയും നേരവും ഇല്ലാതിരുന്ന ഒരു വലിയ പ്രത്യാശ അവരുടെ ജീവിതത്തിൽ നിറയുകയാണ്. വചനത്തിൻ്റെയും കൂദാശകളുടെയും ഒക്കെ വലിയ ഒരു പ്രാധാന്യം കൃത്യമായിട്ടും ഈ സുവിശേഷം എടുത്തു കാണിക്കണം. കരുണയുള്ള കർത്താവിനെ തിരിച്ചറിയുന്ന സമയങ്ങളാണ് ഇതിനുണ്ട്. ഇപ്രകാരം അവരുടെ ജീവിതങ്ങൾ വീണ്ടും അവർ എമ്മാവൂസിലേക്കല്ല പോകുന്നു, തിരിച്ച് അവരുടെ യാത്ര വീണ്ടും തുടരുക. ബാക്കിയുള്ള ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലേക്ക് ചേരുവാനായിട്ട് അവർ തിരിച്ചു നടന്നു എന്നാണ് പറയുക. അവിടെ ചെന്ന് ഞങ്ങൾ കർത്താവിനെ കണ്ടു, കർത്താവിനെ അനുഭവിച്ചറിഞ്ഞു, ഞങ്ങൾ വഴിമധ്യയെ കർത്താവിനെ കണ്ടു, കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചു, കർത്താവിൻ്റെ കാരുണ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയായി. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സന്തോഷം. പിന്നീട് അവരുടെ ജീവിതം പ്രത്യാശ നിറഞ്ഞതായിരുന്നു. അത്രമാത്രം സന്തോഷത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ കാരുണ്യം പ്രഘോഷിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നമ്മൾ കാണും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, ദിവ്യകാരുണ്യത്തിലെ കരുണയുടെ ഈശോയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ നിറമലരുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നമുക്ക് പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു വരത്തില്ല. അതുകൊണ്ടാണ് വചനം കൃത്യമായിട്ടും പറയുന്നത്, സുഭാഷിതങ്ങൾ 16:1, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ആ വലിയ പ്രത്യാശയുടെ ഓരോ അനുഭവങ്ങളും അത് ധീരതയോടെ ഏറ്റെടുക്കുവാനും ക്രിസ്തുവിൻ്റെ കരുണയുടെ വാഹകരായിട്ട്, കരുണയുടെ പ്രഘോഷകരായിട്ട് മാറുവാനും, കർത്താവിൻ്റെ കാരുണ്യം പ്രഘോഷിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുവാനും നമുക്ക് പരിശ്രമിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ്. 3 മണി സമയത്ത് കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഈ ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ
ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകും എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കണം. വീണ്ടും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്, മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ അഭയം പ്രാപിക്കുവാനും നമ്മുടെ ആശ്രയവും സങ്കേതവും കർത്താവാണെന്ന് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രത്യാശ നിറഞ്ഞ് സന്തോഷഭരിതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും ദിവ്യകാരുണ്യമായി സ്വർഗീയ ഭോജ്യമായി ഇതാ കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി യാചിച്ച് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയുമെല്ലാം ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ കീഴിൽ സമർപ്പിക്കാം. ലോകം മുഴുവനെ സമർപ്പിക്കും. കഠിനപാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. കർത്താവേ, മനുഷ്യവംശം മുഴുവൻ്റെ മേലും ഈ ലോകത്തിൻ്റെ മേൽ മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയും നാളെക്കുറിച്ചുള്ള ആകുലതകളും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും രോഗത്തിൻ്റെ അവസ്ഥകളും കടബാധ്യതകളും ഒക്കെ കർത്താവെ ആ ഒരു സാഹചര്യങ്ങളിലൂടെ പ്രതീക്ഷയറ്റ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന് തരുന്ന വലിയ പ്രത്യാശയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സന്തോഷഭരിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവ് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവ് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് നിൻ്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നീ നൽകുന്ന വലിയ പ്രത്യാശയിൽ അവരുടെ ജീവിതത്തെ ഉണർവോടെ കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്നിൽ അഭയം പ്രാപിക്കും. നിന്നിൽ ശരണം വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതങ്ങൾ കർത്താവ് നിന്നെ അനുഭവിച്ചറിഞ്ഞപ്പോൾ സന്തോഷഭരിതമായതുപോലെ കരുണയുടെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവ് ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,